സംസ്ഥാന സർക്കാർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എന്നും എപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ CBI അന്വേഷണം, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധമുള്ള CBI അന്വേഷണത്തിനെ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ എന്നും എതിർക്കും, ഇന്നലെയും എതിർക്കും, നാളെയും എതിർക്കും, മറ്റന്നാളും എതിർക്കും, മിനഞ്ഞാന്നും എതിർത്തിരുന്നു, ഉള്ള കാലം എതിർക്കും, ഇനി ഉള്ള കാലം മുഴുവനും ഞങ്ങൾ CBI എതിർക്കും. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എങ്കിലും ഞങ്ങൾ CBI അന്വേഷണത്തിനെ എതിർക്കും. ഇതാണിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെയും നിലപാട്. പാർട്ടി കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് എപ്പോഴും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മൃതദേഹ സംസ്കാര ചടങ്ങിൽ അവിടെ വെച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. കുടം ഉടഞ്ഞതിനെ പ്രതീകമാക്കി നിർത്തിക്കൊണ്ട് ആ അച്ഛൻ്റെ നീറുന്ന വേദനകൾ ഉള്ളിലൊതുക്കിയ ആ മൃതദേഹത്തിന് ചുറ്റും മകൾ വലം വയ്ക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തേങ്ങിപ്പോയി, എൻ്റെ ഹൃദയം വിറങ്ങലിച്ചു പോയി എന്നൊക്കെയുള്ള ഈ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാനതിനെ അധിക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം അന്ന് മനസ്സ് നൊന്തുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം അത് എഴുതിയത്. അത് മനസ്സ് നേറിയത് കൊണ്ട് തന്നെയായിരിക്കണം, ആത്മാർത്ഥമായി തന്നെയായിരിക്കണം അദ്ദേഹം അത് എഴുതിയത്. നമ്മളൊരിക്കലും അങ്ങനെ എഴുതിയില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട അല്ലെങ്കിൽ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ അന്ന് പറഞ്ഞിരുന്നു, മകളെ നിന്നോടൊപ്പമാണ് ഞങ്ങൾ എപ്പോഴും. ഈ ഉടഞ്ഞു വീണ കുടം പോലെ നിന്റെ മനസ്സ് ഉടഞ്ഞ് മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നിന്നെ ഇനി അത് കൂട്ടിയോജിപ്പിക്കാൻ ആർക്കും കഴിയാത്ത തരത്തിൽ നിനക്ക് വേദനയുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും. ഇതാണ് ഉദയഭാനു സഖാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിൻ്റെ ഒരു ഏകദേശ ആശയം അതാണ്. സെൻറ്റൻസ് വാക്കുകൾ ഇങ്ങനെയല്ല കേട്ടോ. അത് ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടില്ല. അത് വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് വായിക്കാൻ വരാം. അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ ആശയം അതാണ്. പക്ഷേ ഈ മകൾക്കും മകളുടെ അമ്മയ്ക്കും അച്ഛനെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് ഇപ്പോഴത്തെ ഈ കൂടെ നിൽക്കും എന്ന് പറയുന്ന പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് അവർ കോടതിയിൽ തുറന്ന് ഹർജിയായി സമർപ്പിച്ചു കഴിഞ്ഞു. ആ ഹർജിയിൽ അവർ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടു. അപ്പോഴാണ് പാർട്ടിയും സർക്കാരും അതിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കൂടെ നിൽക്കും, ഒപ്പമുണ്ടാകും, മകളെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞവർക്കൊന്നും വാക്കുമിട്ടി മിണ്ടാട്ടമില്ല നിൽക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെന്ന് നവീൻ ബാബുവിൻ്റെ വിധവയായ മഞ്ജുഷയെ അടുത്തിരുത്തി ആശ്വസിപ്പിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ്, അത്യാവശ്യം കരഞ്ഞില്ലെന്നേ ഉള്ളൂ അതുപോലുള്ള വാക്കുകൾ പറഞ്ഞ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും, പാർട്ടി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും, തെറ്റ് ചെയ്തവരാരായാലും അവരെ ശിക്ഷിക്കും, മുഖം നോക്കാതെ ശിക്ഷിക്കും, അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷണത്തിൽ അത് കണ്ടെത്തും, അത് ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ ഈ ഗോവിന്ദൻ 2 ദിവസം മുമ്പ് കോടതിയിൽ ഹർജി എത്തിയപ്പോൾ പറഞ്ഞത്, എന്ത് CBI? എന്തിന് CBI ഞങ്ങൾ അന്നും എതിർത്തും, ഇന്നും എതിർത്തും, എന്നും എതിർക്കും, എപ്പോഴും എതിർക്കും, പണ്ട് എതിർക്കും, എന്നും എതിർക്കും. ഇതാണ് ഈ ME ഗോവിന്ദൻ പറഞ്ഞത്. ഒരു കാര്യം, എന്തിനാണ് ഈ CBIയെ സർക്കാർ എതിർക്കുന്നത്? സർക്കാർ ഇന്ന് കോടതിയിൽ അതിൻ്റെ വാദം കേട്ടിരുന്നു. ഇന്ന് വാദം കേട്ടപ്പോൾ കോടതി അന്വേഷണം നേരെ ചൊവ്വേ നടക്കുകയാണോ എന്ന് ചോദിച്ചു. സർക്കാരിൻ്റെ വക്കീൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെന്നും ഞങ്ങൾക്കതിൽ യാതൊരു സംശയവുമില്ലെന്നും ആ അന്വേഷണം നേരെ ചൊവ്വേ നടക്കുന്നത് കൊണ്ട് മറ്റൊരു അന്വേഷണം ആവശ്യമില്ല എന്നും അവർ വാദിച്ചു. അത് സ്വാഭാവികമായിട്ടൊരു സാങ്കേതികമായ വാദം തന്നെയാണ്. പക്ഷേ അത് സർക്കാരിൻ്റെ വാദം തന്നെയാണ്. എന്നാൽ എന്തിനാണ് ഈ പാർട്ടി അതിനെ
അതേപോലെ സർക്കാരിൻ്റെ വാദം, കാരണം സർക്കാരിന് സ്വന്തം പോലീസിൻ്റെ അന്വേഷണം മോശമാണെന്ന് കോടതിയിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പോലീസിൻ്റെ അന്വേഷണം സത്യസന്ധമായും ശരിയായും തന്നെ നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരന്വേഷണം, CBI അന്വേഷണം എന്ന് അവർ പറഞ്ഞില്ല കേട്ടോ, മറ്റൊരന്വേഷണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് കോടതിയുടെ മുന്നിൽ പിന്നെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. പക്ഷേ CPMൻ്റെ ഗോവിന്ദൻ പറയുന്നത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. അവിടെ എന്തുകൊണ്ട് CBI അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ, പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. പാർട്ടി ഇപ്പോഴും പോലീസ് അന്വേഷണത്തിൽ വിശ്വസിക്കുന്നു. പോലീസ് അന്വേഷണം ശരിയാണ്, പാർട്ടി അത് തന്നെയാണ് നിലപാട്. ഞങ്ങൾക്ക് ശരിയായി തന്നെയാണ്, നവീൻ ബാബുവിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ. ആ പോലീസ് അന്വേഷണം ശരിയാണ്, പക്ഷേ CBI അന്വേഷണം വന്നോട്ടെ, വീട്ടുകാർക്ക് അതാണ് താല്പര്യമെങ്കിൽ അതും കൂടെ വന്നോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നെന്തുകൊണ്ട് ഗോവിന്ദൻ പറയുന്നില്ല? അവിടെയാണ് നമ്മൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു മനോരമ പത്രത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന ആ കാലഘട്ടത്തിൽ ഒരു കാർട്ടൂൺ വന്നത് ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾ പലരും അതിപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാകും. MV ഗോവിന്ദൻ 2 കാറുകളിൽ ഒരുമിച്ച് പെട്രോൾ അടിക്കുന്നത് ഒരു കാർട്ടൂണാണ് നമ്മൾ കണ്ടത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും പെട്രോൾ അടിക്കുന്നു, PP ദിവ്യയ്ക്കും പെട്രോൾ അടിക്കുന്നു. ഇങ്ങനെ 2 പേർക്കും ഊർജം പകർന്നു കൊടുത്തുകൊണ്ട് 2 വള്ളത്തിൽ കാല് ചവിട്ടി ഇരട്ടത്താപ്പിൻ്റെ വ്യക്തമായ ഒരു ചൂണ്ടിക്കാട്ടുന്ന അതിനിശ്ചിതമായ ഒരു ആക്ഷേപമായിരുന്നു കാർട്ടൂണ്. ഇപ്പോഴും ഗോവിന്ദൻ അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദന് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞത്. എന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പറഞ്ഞത് സർക്കാർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണെന്നാണ്. ഇനി സർക്കാർ എന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പ് മാത്രമാണോ എന്ന സംശയവും നമുക്ക് ഉയരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കോടതിയിൽ അത് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പ് മാത്രം ഇനി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമുണ്ടോ എന്നറിയില്ല. ചിലപ്പം അവരുടെ നിലപാട്, പാർട്ടിയുടെ നിലപാടും അത് തന്നെ ആയിരിക്കണം. എന്തായാലും അടുത്ത 12-ാം തീയതി കോടതി കൂടുതൽ വിശദീകരണം തരണം, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തരണം, കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് ഡയറി കോടതിയിൽ, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ കേസ് ഡയറി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞത് ഈ കേസ് ഡയറി ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ആരോട്? ഈ നവീൻ ബാബുവിൻ്റെ വിധവ നൽകിയ ഹർജിയിന്മേൽ വാദം നടക്കുമ്പോൾ അവരുടെ അഭിഭാഷകനോട് പറഞ്ഞത് എന്തായാലും ഈ കേസ് ഡയറി ഞങ്ങളൊന്ന് പരിശോധിച്ചോട്ടെ. കേസ് ഡയറിയിൽ കൃത്യമായി നന്നായിട്ട് ഒന്ന് പഠിക്കുമ്പോൾ ഈ പോലീസ് നടത്തിയ അന്വേഷണം എത്രമാത്രം സത്യസന്ധമായും ശരിയായ ദിശയിലാണ് പോകണമെന്ന് കോടതിക്ക് മനസ്സിലാകും. അതനുസരിച്ചിട്ട് മാത്രമേ ഒരു പുതിയ അന്വേഷണത്തിന് തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടി സ്വാധീനമുള്ളത് കൊണ്ട് മാത്രം അന്വേഷണം നേരെ നടക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെന്തൊക്കെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നും കോടതി ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വക്കീലിനോട് ചോദിച്ചിട്ടുണ്ട്. വക്കീൽ അതിനുള്ള രേഖകളെല്ലാം സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 പേർക്കും, ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ വക്കീലിനും അതുപോലെ സർക്കാരിൻ്റെ വക്കീലിനും കൂടുതൽ വിശദമായ രേഖകൾ സമർപ്പിക്കാനും ഈ കേസിൽ വളരെ വിശദമായ വാദം നടക്കണമെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്തായാലും ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത 12-ാം തീയതി ഈ കേസ് എങ്ങോട്ട് പോകും എന്ന് നമുക്ക് വീക്ഷിക്കാം.